സ്നേഹമുള്ളവരെ, നമ്മൾ വീണ്ടും ഒരു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ബൈബിളിൽ മരുഭൂമി എന്നത് വെറും ഒരു മണലാരണ്യമല്ല, അത് ദൈവത്തിന്റെ ശബ്ദം ഏറ്റവും വ്യക്തമായി കേൾക്കുന്ന ഒരിടമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നതും ഏലിയ പ്രവാചകൻ ഹോറബിലേക്ക് യാത്ര ചെയ്തതും ഒടുവിൽ നമ്മുടെ കർത്താവ് 40 രാവും പകലും പ്രാർത്ഥനയിൽ ചിലവിട്ടതും ഇതേ മരുഭൂമിയിലാണ്. ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. ഈ നോമ്പുകാലത്ത് ദൈവം നമ്മയും ആ മരുഭൂമിയിലേക്ക് വിളിക്കുകയാണ്. പുറത്തെ ആരവങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ഉള്ളിലെ വിജന പ്രദേശത്തേക്ക് ഒന്ന് പിൻവാങ്ങാൻ. ഈ യാത്രയിൽ നമുക്ക് 3 കാര്യങ്ങൾ കൂടെ കരുതാം. 1, രൂപാന്തരപ്പെടുന്ന ഹൃദയം. നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന് ജോയൽ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നോമ്പ് എന്നാൽ ഭക്ഷണക്രമത്തിലെ മാറ്റം മാത്രമല്ല, ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലെ മാറ്റമാണ്. പരുക്കൻ മനോഭാവങ്ങളെ സ്നേഹം കൊണ്ട് മെരുക്കുന്ന കാലം. 2-മതായി വചനത്തിന്റെ അപ്പം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പിശാചിനോട് മറുപടി പറഞ്ഞ ക്രിസ്തുവിനെ ഓർക്കാം. ശാരീരികമായ വിശപ്പിനേക്കാൾ വചനത്തിനായുള്ള വിശപ്പ് നമ്മുടെ ഉള്ളിൽ വളരട്ടെ. 3-മതായി കഴുകി വെടിപ്പാക്കപ്പെട്ട പാദങ്ങൾ. അന്ത്യ അത്താഴ വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഗുരുവിനെ പോലെ ഈ നോമ്പുകാലം നമ്മെ സേവനത്തിലേക്ക് നയിക്കണം. നമ്മുടെ അഹങ്കാരത്തിന്റെ ആവരണങ്ങൾ അഴിച്ചുവെച്ച് സഹോദരന്റെ മുറിവുകളിൽ സ്നേഹത്തിന്റെ തൈലം പൂശാൻ നമുക്ക് കഴിയണം. നോമ്പ് ഒരു തിരിച്ചുപോക്കാണ്. ധൂർത്തപുത്രൻ പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരികെ നടന്നതുപോലെ, മഗ്ദലന മറിയം കണ്ണുനീരുകൊണ്ട് കർത്താവിന്റെ പാദങ്ങൾ കഴുകിയതുപോലെ, സക്കേവൂസ് തന്റെ സമ്പാദ്യം പങ്കുവച്ചതുപോലെ ഒരു വലിയ മാനസാന്തരത്തിന്റെ തിരിച്ചുപോക്ക്. 50 ദിവസത്തെ യാത്രയുടെ ഒടുവിൽ കല്ലറകൾ തുറക്കപ്പെടുന്ന, മരണത്തിന്മേൽ ജീവൻ വിജയം വരിക്കുന്ന ആ ഉയിർപ്പിന്റെ പ്രകാശത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പ്രാർത്ഥനയോടെ ഏവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.